ഹലോ, നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗോവ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു വീക്കെൻഡ് റൈഡ് പോകണമെന്ന് കുറേ ആയിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ വീക്കെൻഡും നമ്മളിങ്ങനെ മാറ്റി വെച്ച് ഇപ്പോൾ ഇന്നലെ നൈറ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. നമുക്ക് വാൾപ്പാറ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതിപ്പോൾ വാൾപ്പാറയിലോട്ട് പോകാൻ വേണ്ടി എല്ലാം സെറ്റായി നിൽക്കുകയാണ്. ഞാൻ റെഡി ആയി കഴിഞ്ഞു. ആൻഡ് നമ്മൾ ഇ പാസ് ഒക്കെ എടുത്ത് കഴിഞ്ഞു. നമ്മുടെ വാൾപ്പാറയ്ക്ക് പോകാൻ വേണ്ടി ഇ പാസ് നിർബന്ധമാണ്. വാൾപ്പാറ, കൊടൈക്കനാൽ ആൻഡ് നീലഗിരി ഹിൽസ്. ഇവിടെ 3 സ്ഥലത്തിലോട്ടും പോകുന്നതിന് അവരുടെ ഇ പാസ് എടുത്തിരിക്കണം. അത്യാവശ്യം പൈസയുള്ള പരിപാടിയൊന്നും അല്ല. നമുക്ക് അവരുടെ ഈ കാണുന്ന വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ പേരും ഡീറ്റെയിൽസും വണ്ടിയുടെ ഡീറ്റെയിൽസും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ആ പാസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അവിടെ പോയിട്ട് എടുക്കുക, അവിടെ പോയിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതിനേക്കാളും ബെറ്റർ ഇത് ഇവിടുന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും. കാരണം മേ ബി അവിടെ പോയിട്ട് അവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിപ്പിക്കും നമ്മളെ മറ്റേ പാസ് എടുപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെയൊക്കെയുള്ള ചാൻസസ് ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തു. 2 പാസസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളതിൻ്റെ വാൾപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ബട്ട് എന്താ പറയുക, വീക്കെൻഡ്സിൽ കാണുന്ന അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇവിടെ എല്ലാവരും ഇ പാസ് കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും ഉണ്ടായിരുന്നു. ഇ പാസ് എടുക്കാതെ അവിടെ വന്ന് എടുക്കുന്നവരും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു. നമ്മൾ എടുത്തില്ലെങ്കിൽ ഇവിടെ വന്ന് പൈസ കൊടുത്ത് എടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ചെറിയൊരു സീൻ ഉണ്ടായിരുന്നു. ഞങ്ങളോട് ഇ പാസ് എല്ലാം കാണിച്ച് വാൾപ്പാറ ആ ഒരു ടോപ്പിൽ പോകുന്നതിന് മുമ്പ് വണ്ടിയൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്നതാണ്. ഞങ്ങൾ വാൾപ്പാറയിൽ നിന്ന് തിരിച്ചിറങ്ങിയത് അതിരപ്പള്ളി റൂട്ടായിരുന്നു. ലൈക്ക് എല്ലാവരും പറയുന്ന പോലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് റൂട്ട് തന്നെയായിരുന്നു ഇത്. കാരണം നമ്മൾ വണ്ടിയിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് കാട്ടാനകളെ കാണാൻ ഒരുപാട് സാധ്യതയുള്ളൊരു റൂട്ട് തന്നെയായിരുന്നു ഇത്. ആൻഡ് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ മൊബൈലിൽ റേഞ്ച് ഉണ്ടാവില്ല. ആൻഡ് ഓൾസോ ലൈക്ക് നമ്മുടെ ബൈക്ക് പിന്നെ കാട് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു 80 കിലോമീറ്റർ സ്ട്രെച്ച് ഫുൾ അതാണ്. ഈ ഒരു ഫോറസ്റ്റ് റേഞ്ചിൽ കയറുന്നതിന് മുമ്പ് അവർ ടിക്കറ്റ് തരും. ആ ടിക്കറ്റിൽ ടൈമിങ്സ് നോട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ടൈമിങ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ കാണിക്കുമ്പോൾ ടൈമിംഗ് ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആവുകയാണെങ്കിൽ നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. കാരണം ഈ ഒരു വഴിയിൽ നമ്മൾ എവിടെയും നിർത്താൻ പാടില്ല. നിർത്തുന്നത് ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയും നിർത്താതെ ഒറ്റ സ്ട്രെച്ചിൽ പോവുക ചെയ്യേണ്ടത്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഈ കാട്ടാനക്കൂട്ടം കണ്ടായിരുന്നു. ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞങ്ങളുടെ മുന്നിൽ വന്ന് നിന്നില്ല. ഞങ്ങളുടെ ഒരു കാടിൻ്റെ ആ സൈഡായിട്ട് അവർ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു 4 to 5 എലിഫൻസ് ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ അവിടെ നിന്ന് നേരെ വാഴച്ചാൽ വാട്ടർഫാൾസിലാണ് എത്തിയത്. ഇവിടെ നമ്മൾ കയറുന്ന സമയത്ത് വാഴച്ചാൽ പിന്നെ അതിരപ്പള്ളി അവിടത്തേക്കുള്ള ടിക്കറ്റ് അവർ ഒരുമിച്ചായിരിക്കും തരുന്നത്. അതായത് പെർ പേഴ്സൺ 60 റുപ്പീസ് എന്നുള്ള രീതിക്കാണ് ടിക്കറ്റ് എടുക്കുന്നത്. ആൻഡ് ഇവിടെ വാഴച്ചാലിലൂടെ കയറിയ സമയത്ത് അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകളൊക്കെ ഭയങ്കര കമ്മിയായിരുന്നു. ഞങ്ങളിവിടെ കുറച്ച് നേരം ആ വെള്ളം ഒരു ഇതൊക്കെ കണ്ട് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളിവിടെ നേരെ അതിരപ്പള്ളിയിലോട്ട് പോവുക ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വാഴച്ചാലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അതിരപ്പള്ളിയിലോട്ടാണ് വന്നത്. ഇവിടെ ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഫുള്ള് തിരക്കായിരുന്നു. കാരണം വാഴച്ചാലിൽ ഫുള്ള് ആളൊന്നും ഇല്ലാതെ അത്യാവശ്യം ഭയങ്കര ഒരു കാമായിട്ടുള്ളൊരു വൈബാണെങ്കിൽ ഇവിടെ ഫുൾ ആൾക്കാരായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയ ദിവസം. ആൻഡ് ഞങ്ങളത് മോളിൽ നിന്ന് താഴോട്ട് ആ ഒരു എന്താ പറയുക ട്രക്കിംഗ് പോലത്തെ ഒരു വഴിയുണ്ടല്ലോ, അതിലൂടെ ഇറങ്ങി ആ ഒരു വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം എല്ലാവരും നല്ല ടയർഡായിരുന്നു. കാരണം ഒന്നാമത് വണ്ടി ഓടിച്ച് ആ ഒരു ടയർഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ ഫുള്ള് ഇറങ്ങിയതും കുറേ ദൂരം നടക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടയർഡും കൂടെ ആയി. അത്യാവശ്യം
ഇറങ്ങിയപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. അത്യാവശ്യം സൺസെറ്റൊക്കെ ആവുന്നൊരു സമയമായതുകൊണ്ട് തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ റൈഡൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീടെത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല ലേറ്റായി കഴിഞ്ഞു. ആൻഡ് ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തത് വാൾപ്പാറ ടു വാൾപ്പാറ ശരിക്കും പ്ലാൻ ചെയ്ത്, പിന്നീട് ഞങ്ങൾ പ്ലാന് വേണ്ടിയിട്ട് വാൾപ്പാറ പോയി അതിരപ്പള്ളി വഴി ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടി വന്നു. ആൻഡ് ഓൾസോ ഒരുപാട് ക്ലിപ്സ് റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ അവസാനിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.